നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിലെ സർവകലാശാലകളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ദരിദ്രരായ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും പിന്നാക്ക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് വൈസ് ചാൻസലർമാർ. ബജറ്റ് പ്രതിസന്ധിയുടെ വ്യാപ്തി വെളിപ്പെടുത്തിയത് യൂണിവേഴ്സിറ്റീസ് UK നടത്തിയ സർവേയിൽ. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ നിർബന്ധിത പിരിച്ചുവിടൽ വേണ്ടിവരും. ഏകദേശം 90% പേർ നിയമനം മരവിപ്പിക്കൽ അല്ലെങ്കിൽ സ്വമേധയാ പിരിഞ്ഞു പോകേണ്ടി വരും. ബ്രിട്ടനിൽ ഒരേ സമയം മേയർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രം കുറിച്ച് ഹരിയാനയിൽ നിന്നുള്ള ഒരു അമ്മയും മകനും. അപൂർവ നേട്ടം കൈവരിച്ചത് 23-കാരനായ തുഷാർ കുമാറും അമ്മ പർവീൺ റാണിയും. UKയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനായ മേയർ എന്ന റെക്കോർഡും തുഷാറിന്റെ പേരിൽ. പർവീൺ റാണി ഹെഡ്സ്മെയർ ബറോ കൗൺസിലിന്റെയും തുഷാർ കുമാർ എൽസ്ട്രേ ആൻഡ് ബറാഹും ടൗണിന്റെയും മേയർമാരായി ചുമതല ഏറ്റെടുത്തു. പൊതുപ്രവർത്തനത്തിലേക്കും സാമൂഹ്യ സേവനത്തിലേക്കും ഇറങ്ങാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച് തുഷാർ. സൗജന്യ ശിശു പരിചരണ പദ്ധതിയുടെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് ചെലവുകൾ അധികമായി ഈടാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നീക്കം തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിയോട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. 3-4 വയസ്സുകാരുടെ 30 മണിക്കൂർ സൗജന്യ ശിശു പരിചരണ പദ്ധതി നിലവിലുണ്ടെങ്കിലും പല നഴ്സറികളും അഡ്മിഷൻ ഉറപ്പാക്കാൻ മടക്കി നൽകാത്ത ഡെപ്പോസിറ്റുകൾ ആവശ്യപ്പെടുന്നതായി പരാതി. ഭക്ഷണം, ലഘുഭക്ഷണം, നാപ്പീസ്, സൺസ്ക്രീൻ തുടങ്ങിയവയുടെ പേരിൽ അധിക തുക ഈടാക്കുന്നുവെന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ സേവനങ്ങളുടെ ഗുണം പൂർണ്ണമായി ലഭിക്കാത്ത അവസ്ഥയാണെന്നും ഗുരുതര പരാതി. ഇറാനുമായി കരാർ ഉണ്ടാക്കാൻ തിടുക്കപ്പെടേണ്ടതില്ല എന്ന് US പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പിടും വരെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും ട്രംപ്. ഇരുപക്ഷത്തിനും ആവശ്യത്തിന് സമയമെടുക്കാമെന്നും തെറ്റുവരുത്താൻ പാടില്ല എന്നും ട്രംപിന്റെ കർശന നിർദ്ദേശം. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാനുമായി ഏതാണ്ട് കരാറായെന്നും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. വൈറ്റ് ഹൌസിന് പുറത്ത് പോലീസ് ചെക്ക് പോസ്റ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെ വെടിവയ്പ്. വെടിയുതിർത്ത യുവാവിനെ സൈന്യം വധിച്ചു. വെടിവയ്പുണ്ടായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലുള്ളപ്പോൾ. പെൻസിൽവേനിയ അവന്യൂവിൽ ചെക്ക് പോസ്റ്റിലെത്തിയ യുവാവ് വെടിയുതിർത്തത് വൈറ്റ് ഹൌസിന് സമീപം. US സീക്രട്ട് സർവീസ് നടത്തിയ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ അക്രമി ആശുപത്രിയിൽ മരിച്ചു. അക്രമി മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളാണെന്ന് അധികൃതർ. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഗോത്രവർഗ സമൂഹങ്ങളുടെ അവകാശങ്ങളെയോ ആചാരങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UCC നടപ്പിലാക്കുന്നതിലൂടെ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിലും ഗൂഢാലോചനകളിലും വീഴരുതെന്നും അമിത്ഷായുടെ അഭ്യർത്ഥന. ഗോത്രവർഗക്കാരുടെ തനിമയും സംസ്കാരവും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഗോത്രവർഗക്കാർക്ക് നൽകുന്ന പ്രത്യേക സംരക്ഷണവും അവകാശങ്ങളും എടുത്തുമാറ്റാൻ ആർക്കും കഴിയില്ല എന്നും അമിത്ഷായുടെ ഉറപ്പ്. ബാംഗ്ലൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചയിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ. സബ് ഇൻസ്പെക്ടർ അടക്കം 6 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് ബാംഗ്ലൂരു സൗത്ത് SP R ശ്രീനിവാസ്. നടപടി നേരിട്ട പോലീസുകാരുടെ പേര് വെളിപ്പെടുത്തിയില്ല. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് മെയ് 10-ന് ബാംഗ്ലൂരിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിനിടെ. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ വിവാദം പുകയുന്നു. വിഷയത്തിൽ പ്രതികരിച്ച് A റഹീം MP. രത്തൻ ഖേൽക്കറുടെ നിയമനം ദുരൂഹമാണെന്ന് റഹീമിന്റെ ഗുരുതര ആരോപണം. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സങ്കീർണമാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഖേൽക്കർ നടത്തിയ ഇടപെടലിൽ സംശയമുണ്ടെന്നും റഹീം. നിയമനത്തിൽ AICC മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് റഹീം. ഖേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ അഴിമതിയും ടെൻഡർ നടപടികളിൽ വീഴ്ചയും നടന്നതായി ചൂണ്ടിക്കാട്ടിയാണ് മുൻമന്ത്രിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടപടി തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് അണ്ടന്നാനി നൽകിയ പരാതിയിൽ. സർക്കാരിന് നഷ്ടവും സ്വകാര്യ ഏജൻസിക്ക് വൻ ലാഭവും ലഭിക്കുന്ന രീതിയിലാണ് ടെൻഡർ നടത്തിയതെന്ന പരാതിയിൽ ആക്ഷേപം. മലയിടം തുരുത്ത് പാരിയത്തുകാവിലെ ഉന്നത നിവാസികളെ MP ഗോവിന്ദൻ സന്ദർശിച്ചു. മുത്തങ്ങയുടെ മിനി പതിപ്പിനെ പോലീസ് ശ്രമിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സർവകലാശാലകളിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ വിധം തുടരുകയാണെങ്കിൽ ദരിദ്രരായ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും പിന്നാക്ക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് വൈസ് ചാൻസലർമാർ മുന്നറിയിപ്പ് നൽകി. യൂണിവേഴ്സിറ്റീസ് UK നടത്തിയ സർവേയിൽ ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന ബജറ്റ് പ്രതിസന്ധിയുടെ വ്യാപ്തി വെളിപ്പെടുത്തി. അടുത്ത 3 വർഷത്തേക്ക് ബുദ്ധിമുട്ടുകൾ തുടരുകയാണെങ്കിൽ നിർബന്ധിത പിരിച്ചുവിടൽ വഴി ജീവനക്കാരുടെ ജോലികൾ കുറയ്ക്കാൻ 3-2 വിഭാഗത്തിലധികം പേർ തയ്യാറാണെന്നും അതേസമയം ഏകദേശം 90% പേർ നിയമന മരവിപ്പിക്കൽ അല്ലെങ്കിൽ സ്വമേധയാ പിരിച്ചുവിടൽ പരിഗണിക്കുന്നുണ്ടെന്നും പറഞ്ഞു.
യുകെയിൽ രാജ്യത്തെ സർവകലാശാലകളിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ വിധം തുടരുകയാണെങ്കിൽ ദരിദ്രരായ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും പിന്നോക്ക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് വൈസ് ചാൻസലർമാർ മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികൾക്കും തൊഴിലുടമകൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ലോകോത്തര സർവകലാശാലകൾ നിലനിർത്തണമെങ്കിൽ ബിരുദങ്ങൾക്ക് എങ്ങനെ ധനസഹായം നൽകുന്നുവെന്നും സർക്കാരുകളുടെ വിഹിതം സർവകലാശാലകൾ സമൂഹത്തിന് നൽകുന്ന മൂല്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും ഗൗരവകരമായ ഒരു സംഭാഷണം ആവശ്യമാണ് എന്ന് യുകെയുടെ ചീഫ് എക്സിക്യൂട്ടീവ് വിവിയൻ സ്റ്റേൺ പറഞ്ഞു. എന്നാൽ റെക്കോർഡ് സംഖ്യകൾ വീട്ടിൽ താമസിക്കുകയും വിലക്കയറ്റം നേരിടാൻ പാർട്ട് ടൈം ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണയിൽ കൂടുതൽ വെട്ടിക്കുറയ്ക്കൽ നിർദ്ദേശം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമാക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞു. ആവശ്യമെങ്കിൽ നിലവിലെ വിദ്യാർത്ഥികൾക്കുള്ള ബുദ്ധിമുട്ട് ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന് വൈസ് ചാൻസലർമാർ 1/3 പേരും പറഞ്ഞു. അതേസമയം പകുതിയിലധികം പേരും അടുത്ത 3 വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആക്സസ് ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് കൂട്ടിച്ചേർത്തു. ജൂബിലി ക്യാമ്പസ് നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ ആയിരക്കണക്കിന് ജീവനക്കാർ പിരിച്ചുവിടലിന്റെ അപകട സാധ്യതയിലാണ് എന്ന് പറഞ്ഞു. ഗവേഷണം, കെട്ടിടങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്നിവ ഉൾപ്പെടെ സാമ്പത്തിക സ്ഥിതി വഷളായാൽ എല്ലായിടത്തും വെട്ടിക്കുറയ്ക്കലുകൾ സംഭവിക്കാമെന്നും പലരും മറ്റ് സർവകലാശാലകളുമായുള്ള ലയനങ്ങളോ പങ്കാളിത്തമോ പരിഗണിക്കുന്നുണ്ടെന്നും സർവേയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ പറഞ്ഞുവെച്ചു. ഈ മാസം ആദ്യം ബെഡ്ഫോർഡ്ഷെയർ ആസ്ഥാനമായുള്ള ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ബിരുദാനന്തര സ്ഥാപനമായ ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയെ ഏറ്റെടുക്കുമെന്ന് കിങ്സ് കോളേജ് ലണ്ടൻ പ്രഖ്യാപിച്ചു. ഇത് ഏകീകരണം കൂടുതൽ സാധാരണമാകുമെന്നതിന്റെ സൂചനയാണ്. സർവകലാശാലകൾ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസിന്റെ ഉന്നത വിദ്യാഭ്യാസ വൈസ് പ്രസിഡന്റ് അലക്സ് സ്റ്റാൻലി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞതും സർക്കാർ ഫണ്ടിന്റെ അപര്യാപ്തതയും സർവകലാശാലകളെ ഞെരുക്കുകയാണ്. ഹരിയാനയിൽ നിന്നുള്ള ഒരു അമ്മയും മകനും ബ്രിട്ടനിൽ ഒരേ സമയം മേയർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 23-കാരനായ തുഷാർ കുമാറും അമ്മ പർവീൺ റാണിയുമാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ച പ്രവാസി ഭാരതീയർ. യുകെയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനായ മേയർ എന്ന റെക്കോർഡും തുഷാർ ഇതോടെ സ്വന്തം പേരിൽ കുറിച്ചു. എൽസ്ട്രേ ആൻഡ് ബോറഹാംവുഡ് ടൗൺ കൗൺസിലിന്റെ മേയറായാണ് തുഷാർ ചുമതലയേറ്റത്. ചരിത്രം കുറിച്ചുകൊണ്ട് ഹരിയാനയിൽ നിന്നുള്ള ഒരു അമ്മയും മകനും ബ്രിട്ടനിൽ ഒരേ സമയം മേയർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. 23-കാരനായ തുഷാർ കുമാറും അമ്മ പർവീൺ റാണിയുമാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ച പ്രവാസി ഭാരതീയർ. എൽസ്ട്രേ ആൻഡ് ബൊറഹാംവുഡ് ടൗൺ കൗൺസിലിന്റെ മേയറായാണ് തുഷാർ ചുമതലയേറ്റത്. ഇതിന് തൊട്ടുപിന്നാലെ തൊട്ടടുത്ത ആഴ്ചയിൽ ഹെഡ്സ്മിയർ ബറോ കൗൺസിലിന്റെ ആദ്യ ഇന്ത്യൻ വംശജയായ മേയറായി അമ്മ പർവീൺ റാണിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിയാനയിലെ റോഹ്തക്കിൽ നിന്നുള്ള ഈ കുടുംബം 2013-ലാണ് യുകെയിലേക്ക് കുടിയേറിയത്. മെയ് 13-ന് തുഷാറും മെയ് 20-ന് പർവീണും മേയർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടതായി തുഷാറിന്റെ പിതാവും ബിസിനസ്സുകാരനുമായ സുനിൽ ദാഹിയ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഒരേ സമയം ഒരു അമ്മയും മകനും ബ്രിട്ടനിലെ മേയർ പദവിയിലെത്തുന്നത് കുടുംബത്തിനും ഇന്ത്യൻ സമൂഹത്തിനും വലിയ അഭിമാന നിമിഷമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ സോണിപത് ജില്ലയിലെ രോഹ്ന ഗ്രാമത്തിലാണ് ഈ കുടുംബത്തിന്റെ തറവാടെങ്കിലും വർഷങ്ങളായി രോഹ്തക്കിലായിരുന്നു താമസം. തുഷാറിനും അമ്മ പർവീണിനും സാമൂഹ്യ സേവനത്തിലും ജനങ്ങളെ സഹായിക്കുന്നതിലും എക്കാലവും വലിയ താല്പര്യമുണ്ടായിരുന്നു. ലണ്ടനിലെ കിങ്സ് കോളേജിൽ ബിരുദ പഠനം നടത്തിക്കൊണ്ടിരിക്കെ വെറും 20-ാം വയസ്സിലാണ് തുഷാർ ആദ്യമായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പൊതുപ്രവർത്തനത്തിലേക്കും സാമൂഹ്യ സേവനത്തിലേക്കും ഇറങ്ങാൻ പ്രായമൊരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ 23-കാരൻ. ബ്രിട്ടനിലെ വൈവിധ്യമാർന്ന സംസ്കാരത്തെ നെഞ്ചോട് ചേർക്കുമ്പോഴും സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഉറച്ചു നിൽക്കണമെന്ന് തുഷാർ വിശ്വസിക്കുന്നു. ബ്രിട്ടനിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്കായി ഈ അമ്മയും മകനും സൗജന്യമായി ഹിന്ദി ഭാഷ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഹിന്ദി ശിക്ഷാ പരിഷത്ത് എന്ന ചാരിറ്റി സംഘടനയുമായും തുഷാർ സജീവമായി സഹകരിക്കുന്നു. 2023-ലാണ് ഇരുവരും ആദ്യമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും കൗൺസിലർമാരായും ജയിക്കുന്നതും. ലേബർ പാർട്ടി പ്രതിനിധിയായ തുഷാർ കഴിഞ്ഞ വർഷം ഡെപ്യൂട്ടി മേയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബറിൽ തുഷാർ തന്റെ ബിരുദാനന്തര ബിരുദ പഠനം ആരംഭിക്കാനിരിക്കുകയാണ്. മേയർ പദവിയിലെത്തുന്നതിന് മുൻപ് ഹെഡ്സ്മിയറിലെ പാർക്കുകൾ, സാംസ്കാരികം, വിനോദം തുടങ്ങിയവയുടെ ക്യാബിനറ്റ് ചുമതലയും പർവീൺ റാണി വഹിച്ചിരുന്നു. കൂടാതെ ഫിലിം, ടെലിവിഷൻ മേഖലയിലെ ഗ്ലോബൽ എൻവോയ് ആയും ഡെപ്യൂട്ടി മേയറായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ, സാംസ്കാരിക രംഗങ്ങളിലും പർവീൺ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ്. ലണ്ടനിലേക്ക് കുടിയേറിയെങ്കിലും ഹരിയാനയിലെ തങ്ങളുടെ വേരുകളുമായി കുടുംബം ഇപ്പോഴും ശക്തമായ ബന്ധം പുലർത്തുന്നുണ്ട്. രോഹ്തക്കിലുള്ള തങ്ങളുടെ കുടുംബ വീട്ടിൽ ഇപ്പോഴും ബന്ധുക്കൾ താമസിക്കുന്നുണ്ടെന്നും എല്ലാ വർഷവും തങ്ങൾ നാട്ടിൽ വരാറുണ്ടെന്നും സുനിൽ ദാഹിയ പറഞ്ഞു. തുഷാറിന്റെ അനിയനും കിങ്സ് കോളേജിലാണ് പഠിക്കുന്നത്. പൊതുസേവന രംഗത്ത് മാതൃകയായ ഒരു പ്രവാസി കുടുംബത്തിന്റെ ഈ അപൂർവ നേട്ടം ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആവേശമാണ് പകരുന്നത്. കഠിനാധ്വാനവും കമ്മ്യൂണിറ്റി സേവനവും ഉണ്ടെങ്കിൽ വിദേശ മണ്ണിലും വൻ വിജയങ്ങൾ കൈവരിക്കാമെന്ന് ഈ അമ്മയും മകനും തെളിയിക്കുന്നു. ബ്രിട്ടൻ യുവാക്കളെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നതിന് ചെലവഴിക്കുന്ന ഓരോ പൗണ്ടിനും 25 പൗണ്ട് അധികമായി അവരെ ജോലിയിൽ നിലനിർത്തുന്നതിനായി ചെലവഴിക്കേണ്ടി വരുന്നുവെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മന്ത്രിമാർ യുവജന തൊഴിൽ പരിചയവും പരിശീലന പദ്ധതികളും വിപുലീകരിക്കുന്നു. യുവജന തൊഴിലിലെ നിശബ്ദ പ്രതിസന്ധി എന്ന് മന്ത്രി വിശേഷിപ്പിച്ചത് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം അധിക തൊഴിൽ പരിചയ നിയമനങ്ങൾക്കുള്ള പദ്ധതികൾ തൊഴിൽ പെൻഷൻ സെക്രട്ടറി പാറ്റ് മക്ഫാഡൻ പ്രഖ്യാപിക്കും.
ബ്രിട്ടനിൽ യുവാക്കളെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നതിന് ചെലവഴിക്കുന്ന ഓരോ പൗണ്ടിനും 25 പൗണ്ട് അധികമായി അവരെ ജോലിയിൽ നിലനിർത്തുന്നതിനായി ചെലവഴിക്കേണ്ടി വരുന്നുവെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മന്ത്രിമാർ യുവജന തൊഴിൽ പരിചയവും പരിശീലന പദ്ധതികളും വിപുലീകരിക്കുന്നു. 16 മുതൽ 24 വയസ്സ് വരെയുള്ള ഏകദേശം 1 ദശലക്ഷം പേർ വിദ്യാഭ്യാസത്തിലോ തൊഴിലിലോ പരിശീലനത്തിലോ ഇല്ല. ഏകദേശം 60% പേർക്ക് ഒരിക്കലും ജോലി ലഭിച്ചിട്ടില്ല എന്ന് മക്ഫാഡൻ മുന്നറിയിപ്പ് നൽകി. ഇതൊരു ശാന്തമായ പ്രതിസന്ധിയാണ്, അവരുടെ ഭാവിയിലെ ജോലി ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഒരു ടിക് ടൈം ബോംബാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബ ബന്ധങ്ങളില്ലാത്ത യുവാക്കൾക്ക് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് പരിചയമില്ലാത്തതിനാൽ ജോലിയില്ല, അവർക്ക് ജോലിയില്ലാത്തതിനാൽ അനുഭവമില്ല. ചില്ലറ വ്യാപാര തൊഴിലവസരങ്ങൾ കുറയുകയും പകർച്ചവ്യാധി യുവാക്കൾക്ക് ജോലി സ്ഥലത്തെ അനുഭവം തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ പരമ്പരാഗതമായ നിരവധി 1-ാം ക്ലാസ് ജോലികൾ അപ്രത്യക്ഷമായതായി മക്ഫാഡൻ പറഞ്ഞു. കഴിവുകൾ രാജ്യത്തുടനീളം തുല്യമായി വ്യാപിച്ചിരിക്കുന്നു, പക്ഷേ അവസരം അങ്ങനെയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലാധിഷ്ഠിത വർക്ക് അക്കാദമി പ്രോഗ്രാമുകളുടെ വിപുലീകരണം ഈ പ്രവണതയെ മറികടക്കാൻ സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പകുതിയോളം നിയമനങ്ങൾ സ്വാംസ് വഴിയായിരിക്കും വരുന്നത്. ഇവ 6 ആഴ്ചത്തെ പരിശീലന പദ്ധതികളാണ്. അവസാനം ഉറപ്പായ ജോലി അഭിമുഖങ്ങളും. തൊഴിൽ പെൻഷൻ വകുപ്പിന്റെ പുതിയ വിശകലനം സൂചിപ്പിക്കുന്നത് സ്വാപ്പുകളിൽ പങ്കെടുക്കാത്ത യുവാക്കൾ 2 വർഷം വൈകി ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത 13% കൂടുതലാണ് എന്നാണ്. അതേസമയം 10 പേരിൽ 4 പേർ 6 മാസത്തിനുള്ളിൽ സ്ഥിരമായ തൊഴിലിലേക്ക് മാറുന്നു. DWP കണക്കുകൾ പ്രകാരം 2025-26 ഏകദേശം 1 ലക്ഷം സ്വാപ്പുകൾ നടന്നു. 16 മുതൽ 24 വയസ്സ് വരെയുള്ള 25,000 യുവാക്കൾ ഒരു റെക്കോർഡ് എണ്ണം ഈ വർഷം ആരംഭിക്കുന്നു. അടുത്ത വർഷം 1,15,000 പ്ലേസ്മെന്റുകൾ മന്ത്രിമാർ ലക്ഷ്യമിടുന്നു. ജോലിയും പരിശീലന അവസരങ്ങളും ലഭിക്കാൻ പാടുപെടുന്ന ഒരു തലമുറയോട് രാജ്യം അവഗണന കാണിച്ചുവെന്ന് മിൽബേൺ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മക്ഫാഡിന്റെ പരാമർശങ്ങളും പദ്ധതിയുടെ വിപുലീകരണവും. നിർമ്മാണ മേഖലയിൽ ഏകദേശം 17,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് മാഞ്ചസ്റ്റർ എയർപോർട്ട് ഗ്രൂപ്പ്, JD, ഗ്വാറ്റിക് എയർപോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള തൊഴിലുടമകൾ വിപുലീകരിച്ച പ്ലേസ്മെന്റുകളെ പിന്തുണയ്ക്കുന്നതിനാൽ ഇത് ഏറ്റവും വലിയ സ്വാപ്പ് മേഖലയായി മാറി. ബ്രിട്ടൻ ഒരു തലമുറ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുവെന്ന് മിൽബേൺ പറഞ്ഞു. സമൂഹത്തിലെ പഴയ കരാർ ഓരോ തലമുറയും കഴിഞ്ഞ തലമുറയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു. അതിനാൽ ആ കരാർ ലംഘിക്കപ്പെടുന്ന ആദ്യ തലമുറയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. ജോലി പരിമിതപ്പെടുത്തുന്ന ആരോഗ്യസ്ഥിതികൾ, പ്രത്യേകിച്ച് മാനസികാരോഗ്യവും നാഡീവൈവിധ്യവും സംബന്ധിച്ചവ റിപ്പോർട്ട് ചെയ്യുന്ന യുവാക്കളുടെ എണ്ണത്തിലെ കുത്തനെയുള്ള വർധനവും അദ്ദേഹം എടുത്തു കാണിച്ചു. അതേസമയം 16-ഉം 17-ഉം വയസ്സുള്ള കുട്ടികളെ അപ്രന്റീസ്ഷിപ്പുകൾ എടുക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നത് തടയാൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ബർസറി വഴി പ്രതിമാസം 100 കണക്കിന് പൗണ്ട് നൽകാമെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സൗജന്യ ശിശുപരിചരണ പദ്ധതിയുടെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് നേരത്തെ അറിയിക്കാത്ത ചെലവുകൾ ഈടാക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നീക്കം തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ മത്സര ഉപഭോക്തൃ അതോറിറ്റിയായ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിയോട് വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകും. 3-4 വയസ്സുകാരുടെ 30 മണിക്കൂർ സൗജന്യ ശിശുപരിചരണ പദ്ധതി നിലവിലുണ്ടെങ്കിലും പല നഴ്സറികളും അഡ്മിഷൻ ഉറപ്പാക്കാൻ മടക്കി നൽകാത്ത ഡെപ്പോസിറ്റുകൾ ആവശ്യപ്പെടുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. സൗജന്യ ശിശുപരിചരണ പദ്ധതിയുടെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് നേരത്തെ അറിയിക്കാത്ത ചെലവുകൾ ഈടാക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാർ നീക്കത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ മത്സര ഉപഭോക്തൃ അതോറിറ്റിയായ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിയുടെ വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ഭക്ഷണം, ലഘുഭക്ഷണം, നാപ്പി, സൺസ്ക്രീൻ തുടങ്ങിയവയുടെ പേരിൽ അധിക തുകയും ഈടാക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് മന്ത്രിമാർക്ക് ലഭിച്ച വിവരം. ഇതുവഴി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ സേവനങ്ങളുടെ ഗുണം പൂർണ്ണമായി ലഭിക്കാത്ത അവസ്ഥയാണ് എന്ന് അവർ വിലയിരുത്തുന്നു. അതിനാൽ ഇത്തരം രഹസ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സർക്കാർ ശക്തമായ ഇടപെടലിന് തയ്യാറെടുക്കുകയാണ്. ഇംഗ്ലണ്ടിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളുന്നതായി തെളിയിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഇന്ധനവില വർധനയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഭക്ഷ്യ ഊർജ്ജ ചെലവുകളിലെ വർധനയും കുടുംബങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടനിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുട്ടികൾ കൂടുതലായി കുടുങ്ങുന്നതായുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നു. കഴിഞ്ഞ വർഷം മാത്രം 17 വയസ്സിന് താഴെയുള്ള 2466 കുട്ടികളെയാണ് ഹെറോയിൻ, കൊക്കൈൻ, ക്രാക്ക് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് ശരാശരി ആഴ്ചയിൽ 50ഓളം കുട്ടികൾ പിടിയിലാകുന്നതിന് തുല്യമാണ്. 2023-നെ അപേക്ഷിച്ച് അറസ്റ്റ് നിരക്കിൽ വലിയ വർധനയുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം മാത്രം 17 വയസ്സിന് താഴെയുള്ള 2466 കുട്ടികളെയാണ് ഹെറോയിൻ, കൊക്കൈൻ, ക്രാക്ക് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന തരത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുട്ടികൾ കൂടുതലായി കുടുങ്ങുന്നതായുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നു. 11 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ വരെ ഇത്തരം കേസുകൾ ഉൾപ്പെട്ടിരിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഞ്ചാവ് വിൽപ്പന നടത്തിയെന്ന സംശയത്തിൽ സഫോൾക്കിൽ 11 വയസ്സുകാരനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എക്സൈസിലും നോർഫോക്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ക്ലാസ് എ മയക്കുമരുന്ന് കേസുകൾ അടുത്ത കാലത്താണ് രജിസ്റ്റർ ചെയ്തത്. കെറ്റമിൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഇടപാടുകളിലും കുട്ടികളെ ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൗണ്ടി ലൈൻ സംഘങ്ങൾ കുട്ടികളെ വലയിലാക്കി മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് തള്ളിവിടുന്നതായാണ് അന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഏകദേശം 11,600 കുട്ടികൾ ഇത്തരം സംഘങ്ങളുടെ ചൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് ദേശീയ കോർഡിനേഷൻ കേന്ദ്രം വ്യക്തമാക്കി. കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് ബാലക്ഷേമ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാനുമായി കരാറുണ്ടാക്കാൻ തിടുക്കപ്പെടേണ്ടതില്ല എന്ന് US പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
കരാർ ഒപ്പിടും വരെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരുപക്ഷത്തിനും ആവശ്യത്തിന് സമയമെടുക്കാമെന്നും തെറ്റുവരുത്താൻ പാടില്ല എന്നും ട്രംപ് പറഞ്ഞു. ഒന്നോ രണ്ടോ പ്രശ്നങ്ങളിൽ ഭിന്നത തുടരുന്നുവെന്നാണ് ഇറാൻ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഇറാനുമായി കരാർ ഉണ്ടാക്കാൻ തിടുക്കപ്പെടേണ്ടതില്ല എന്നും കരാർ ഒപ്പിടും വരെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാനുമായി ഏതാണ്ട് കരാറായെന്നും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇറാനെതിരായ നാവിക ഉപരോധം അവസാനിപ്പിക്കാനും മുഖ്യ തർക്ക വിഷയമായ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം സംബന്ധിച്ച് 2 മാസത്തിനകം ചർച്ച ചെയ്ത് തീരുമാനിക്കാനും ധാരണയായെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തില്ല എന്ന് ഇറാൻ സമ്മതിച്ചതായും സൂചനയുണ്ട്. പകരം ഇറാന്റെ എണ്ണ വ്യാപാരത്തിനെതിരായ ചില ഉപരോധങ്ങൾ പിൻവലിക്കാൻ യുഎസും സമ്മതിച്ചു. ഇറാന് മേൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നും കരട് ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഹോർമുസ്ഖാൻ പ്രവിശ്യയിലെ ഇസ്രയേൽ സൈനിക നിരീക്ഷണ ഡ്രോൺ ഇറാൻ സേന വെടിവെച്ചിട്ടു. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായി. ശനിയാഴ്ച രാത്രി ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നിർണായക തീരുമാനം. ചർച്ച ഏറെ വിജയകരമായിരുന്നു എന്ന് ട്രംപും പിന്നീട് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന തരത്തിൽ മാത്രമേ അവരുമായുള്ള ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്ന് ധാരണയായി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും നിർത്തലാക്കുക, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ ഇറാന്റെ പ്രദേശത്തു നിന്ന് നീക്കം ചെയ്യുക എന്നിവയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ല എന്ന് ഇരുവരും ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. വൈറ്റ് ഹൌസിന് പുറത്ത് പോലീസ് ചെക്ക് പോസ്റ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെ വെടിയുതിർത്ത യുവാവിനെ സേന വധിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലുള്ളപ്പോഴാണ് വെടിവയ്പുണ്ടായത്. ശനിയാഴ്ച വൈകിട്ട് 6-ന് വൈറ്റ് ഹൌസിന് സമീപം പെൻസിൽവേനിയ അവന്യൂവിൽ ചെക്ക് പോയിന്റിൽ എത്തിയ യുവാവ് ബാഗിൽ നിന്ന് തോക്കെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് US സീക്രട്ട് സർവീസ് നടത്തിയ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ അക്രമി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. വെടിവയ്പിൽ പരിസരത്തുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റു. വൈറ്റ് ഹൌസിന് പുറത്ത് പോലീസ് ചെക്ക് പോസ്റ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെ വെടിയുതിർത്ത യുവാവിനെ സേന വധിച്ചു. മേരിലാൻഡ് സ്വദേശിയായ 21-കാരനാണ് അക്രമിയെന്നും മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളാണെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ വൈറ്റ് ഹൌസിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതിന് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസം 25-ന് വൈറ്റ് ഹൌസിലെ റിപ്പോർട്ടർമാർക്കായി ട്രംപ് നടത്തിയ ഹോട്ടൽ വിരുന്നിനിടെ ഒരാൾ വെടിവയ്പ് നടത്തിയിരുന്നു. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും സംയുക്തമായി വൈശാഖ മാസാചരണം സംഘടിപ്പിക്കുന്നു. 2026 മെയ് 30 ശനിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ തോണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നേ ദിവസം വൈശാഖ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് 5:30-ന് ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ ഭഗവത്ഗീതയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തും. നിത്യജീവിതത്തിന് ആവശ്യമായ മനസ്സുഖവും കഴിവുകളും വളർത്തിയെടുക്കാൻ ഗീതാശാസ്ത്രം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നതാണ് പ്രഭാഷണ വിഷയം. ഈ വിഷയത്തിലുള്ള ക്യാമ്പുകളും സാധനകളും സംഘടിപ്പിക്കുന്നതിൽ അനേകം വർഷങ്ങളുടെ പരിചയം ഡോക്ടർ കണ്ണനുണ്ട്. ഇന്ത്യയിലും അമേരിക്കയിലും വിവിധ സർവകലാശാലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ കണ്ണൻ ലണ്ടൻ കലാപുരസ്കാരം 2015 നേടിയ പ്രസിദ്ധനായ കഥകളി നടനും കൂടിയാണ്. തുടർന്ന് ദീപാരാധനയും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.32 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 105.16 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.8 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.92 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഗോത്രവർഗ സമൂഹങ്ങളുടെ അവകാശങ്ങളെയോ ആചാരങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UCC നടപ്പിലാക്കുന്നതിലൂടെ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിലും ഗൂഢാലോചനകളിലും വീഴരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗോത്രവർഗക്കാരുടെ തനിമയും സംസ്കാരവും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഗോത്രവർഗ സമൂഹങ്ങളുടെ അവകാശങ്ങളെയോ ആചാരങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും UCC നടപ്പിലാക്കുന്നതിലൂടെ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിലും ഗൂഢാലോചനകളിലും വീഴരുതെന്നും അവകാശപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഗോത്രവർഗക്കാർക്ക് നൽകുന്ന പ്രത്യേക സംരക്ഷണവും അവകാശങ്ങളും എടുത്തുമാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് അമിത്ഷാ പറഞ്ഞു. നിയമനിർമ്മാണങ്ങളിൽ ഗോത്രവർഗക്കാരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. പ്രതിപക്ഷ കക്ഷികളും ചില നിക്ഷിപ്ത താൽപര്യക്കാരും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഗോത്രവർഗക്കാർക്കിടയിൽ ഭീതി വളർത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ ഗോത്രവർഗ മേഖലകളുടെ വികസനത്തിനും അവരുടെ സാമൂഹ്യ സുരക്ഷിതത്വത്തിനും മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയെ രാജ്യത്തിന്റെ രാഷ്ട്രപതി പദവിയിൽ എത്തിച്ചതിന് ഇതിന് തെളിവാണ്. അവരുടെ സംസ്കാരവും ആചാരങ്ങളും ഇല്ലാതാക്കാൻ ഒരു നിയമവും അനുവദിക്കില്ല. രാജ്യത്തിന്റെ ഐക്യത്തിനും സമഗ്രതയ്ക്കും വേണ്ടിയാണ് ഏകീകൃത സിവിൽ കോഡ് വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ഗോത്രവർഗക്കാരുടെ സവിശേഷമായ ജീവിത രീതികളെയും ബഹുമാനിക്കുമെന്നും അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ഗോത്രവർഗ നേതാക്കളും സംഘടനകളും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തയും മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ കാകോലി ഘോഷ് ദസ്തിദാർ പാർട്ടി പദവികൾ രാജിവെച്ചു. ലോക്സഭയിലെ TMC ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി കല്യാൺ ബാനർജിയെ നിയമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നാടകീയ നീക്കങ്ങൾ. തൃണമൂലിന്റെ ബാരാസത്ത് സംഘടനാ ജില്ലാ അധ്യക്ഷ പദവിയും മഹിളാ വിംഗ് അധ്യക്ഷ സ്ഥാനവുമാണ് കാകോലി ഒഴിഞ്ഞത്. MP സ്ഥാനവും രാജിവെച്ചേക്കുമെന്നാണ് സൂചന. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തയും മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ കാകോലി ഘോഷ് ദസ്തിദാർ പാർട്ടി പദവികൾ രാജിവെച്ചു. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാർക്കിനെതിരെ കടുത്ത വിമർശനമാണ് കാകോലി ഘോഷ് കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. ബാരാസത്ത് മണ്ഡലത്തിലെ പാർട്ടിയുടെ മോശം പ്രകടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിക്കത്തെന്നും പുറത്തുനിന്നുള്ള ഏജൻസികളെ വിശ്വസിക്കുന്നതിന് പകരം മമതാ ബാനർജി വിശ്വസ്തരായ സ്വന്തം പ്രവർത്തകരെ ആശ്രയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 40-45 വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള തങ്ങളെ പോലെയുള്ളവരെ ഭീഷണിപ്പെടുത്താൻ കൺസൾട്ടന്റ് സ്ഥാപനത്തിലെ 22-23 വയസ്സുള്ള കുട്ടികൾ വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നവർ തുറന്നടിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയും ഭരണത്തിലെ അഴിമതിയും ചൂണ്ടിക്കാട്ടിയാണ് കാകോലി രാജി സമർപ്പിച്ചത്. ബംഗാൾ സർക്കാരിന്റെ വിവിധ അഴിമതി ആരോപണങ്ങൾ തങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ ബാധിച്ചുവെന്നും അതിനാലാണ് അമ്മ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നും കാകോലിയുടെ മകൻ ബൈദ്യനാഥ് ഘോഷ് വ്യക്തമാക്കി. തൊഴിൽ തട്ടിപ്പും റേഷൻ അഴിമതിയും RG കർ മെഡിക്കൽ കോളേജ് സംഭവമെല്ലാം പാർട്ടി ഇമേജിനെ സാരമായി ബാധിച്ചുവെന്നും മമതയോടുള്ള വ്യക്തിപരമായ അടുപ്പം കാരണം ഇത്രയും നാൾ അമ്മ മൗനം പാലിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാംഗ്ലൂരുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലാണ് നടപടി. ബാംഗ്ലൂരു സൗത്ത് SP R ശ്രീനിവാസ് ആണ് സബ് ഇൻസ്പെക്ടർ അടക്കം 6 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. നടപടി നേരിട്ട പോലീസുകാരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മെയ് 10-ന് ബാംഗ്ലൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിനിടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട റൂട്ടിൽ കുപ്പറെഡ്ഡി കേരിക്ക് സമീപത്ത് സ്വകാര്യ സ്ഥലത്തിന്റെ ചുറ്റുമതിൽ സംശയകരമായ സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട പെട്ടി പരിശോധിച്ചപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി കടന്നു പോകുന്നതിന് 1.5 മണിക്കൂർ മുൻപാണ് സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത്. കോൺസ്റ്റബിൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. 2 ജെലാറ്റിൻ സ്റ്റിക്കുകൾ, തീപ്പെട്ടികൾ, കർപ്പൂരം, ബാറ്ററികൾ, വയറുകൾ, റിയൽ ടൈം ക്ലോക്ക്, LCD ഡിസ്പ്ലേ എന്നിവയാണ് പാക്ക് ചെയ്ത് ബോക്സിൽ ഉണ്ടായിരുന്നത്. 2 ജെലാറ്റിൻ സ്റ്റിക്കുകളും തീപ്പെട്ടിയും മാത്രമാണ് ബോക്സിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് പോലീസ് വൃത്തങ്ങൾ ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ NIA വിവരങ്ങൾ തേടിയതിനെ തുടർന്നാണ് ബോക്സിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെട്ടത്. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ പ്രതികരിച്ച് AA റഹീം MP രംഗത്ത്. രത്തൻ ഖേൽക്കറുടെ നിയമനം ദുരൂഹമാണ് എന്നാണ് റഹീമിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സങ്കീർണമാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഖേൽക്കർ നടത്തിയ ഇടപാടിൽ സംശയമുണ്ട് എന്നുമാണ് റഹീം പ്രതികരിച്ചത്. നിയമനത്തിൽ AICCയും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്നും റഹീം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറുടെ നിയമനം ദുരൂഹമാണെന്ന് ആരോപിച്ചുകൊണ്ട് AA റഹീം MP രംഗത്ത് വന്നു. AICCയും KC വേണുഗോപാലും ഖേൽക്കർക്കെതിരെ നിലപാടെടുത്തവരാണ്. BJPയുടെ സീൽ കീശയിൽ കൊണ്ടു നടക്കുന്നയാൾക്ക് സതീശൻ സ്വന്തം കീശ ഏൽപ്പിച്ചു. എന്ത് ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളതെന്നും റഹീം ചോദിച്ചു. രാഹുൽ ഗാന്ധി യുദ്ധം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ്. പക്ഷേ ഇവിടെ രാഹുലിന്റെ ശത്രു സതീശന്റെ മിത്രമായെന്നും റഹീം ചൂണ്ടിക്കാട്ടി. KC വേണുഗോപാലിന് ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. AICC വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നും റഹീം ആവശ്യപ്പെട്ടു. മലയിടം തുരുത്ത് പാരിയത്തുകാവിലെ ഉന്നതി നിവാസികളെ സന്ദർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാരിയത്തുകാവിൽ മുത്തങ്ങയുടെ മിനി പതിപ്പിന് പോലീസ് ശ്രമിച്ചെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ പോലീസിന്റെ കടന്നാക്രമണം ഉണ്ടായെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു.
മലയിടംതുരുത്ത് പാരിയത്തുകാവിലെ ഉന്നതി നിവാസികളെ സന്ദർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാരിയത്തുകാവിൽ മുത്തങ്ങയുടെ മിനി പതിപ്പിനെ പോലീസ് ശ്രമിച്ചെന്ന് ആരോപിച്ചു. സാമ്പത്തിക ശേഷിയുള്ള വിഭാഗത്തിന് വേണ്ടി കോടതി വിധിയുടെ മറവിൽ പോലീസ് ആക്രമണം നടന്നു. LDFന്റെ 10 വർഷത്തെ ഭരണത്തിൽ വീടില്ലാത്തവർക്ക് വീടും പട്ടയമില്ലാത്തവർക്ക് പട്ടയവും നൽകിയെന്നും ആരെയും കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാരിയത്തുകാവിലെ സമരസമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നാലെ ഉന്നതിയിലൂടെ നടന്ന നിവാസികളെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഭയപ്പെടേണ്ട, ആദ്യത്തെ EMS മന്ത്രിസഭ ഒരു മനുഷ്യനെയും കുടിയൊഴിപ്പിക്കരുതെന്നാണ് ഉത്തരവിറക്കിയത്. കുടിയൊഴിപ്പിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? LDF മാറി 3ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പാവപ്പെട്ട മനുഷ്യൻ എന്ന ഒരു മാനദണ്ഡമേ ഇവിടെയുള്ളൂ. അതിന് പാർട്ടി വ്യത്യാസമില്ല. ഒരു തരത്തിലും കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് നിവാസികളോട് MV ഗോവിന്ദൻ പറഞ്ഞു. കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ അഴിമതിയും ടെൻഡർ നടപടികളിൽ വീഴ്ചയും നടന്നതായി ചൂണ്ടിക്കാട്ടി മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് നിർദ്ദേശം. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് വണ്ടനാനി നൽകിയ പരാതിയിലാണ് നടപടി. വിജിലൻസ് ആസ്ഥാനത്ത് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ അഴിമതിയും ടെൻഡർ നടപടികളിൽ വീഴ്ചയും നടന്നതായി ചൂണ്ടിക്കാട്ടി മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് വണ്ടനാനി നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം. സർക്കാരിന് നഷ്ടവും സ്വകാര്യ ഏജൻസിക്ക് വൻ ലാഭവും ലഭിക്കുന്ന രീതിയിലാണ് ടെൻഡർ നടത്തിയത് എന്നതാണ് പരാതി. ലാഭത്തിന്റെ 3.5% മാത്രം സർക്കാരിനും ബാക്കി 96.5% സ്വകാര്യ ഏജൻസിക്കും ലഭിക്കുന്ന രീതിയിലാണ് 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയത്. ടെൻഡറിൽ കോഴിക്കോട് FSIT റീഡിഫൈനർ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. എന്നിട്ടും റീടെൻഡർ നടത്താതെ അതേ കമ്പനിക്ക് കരാർ ഉറപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. മലങ്കര ഡാമിലെ പദ്ധതിക്കു പുറമെ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ, എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് എന്നീ ജലാശയങ്ങളിൽ വിനോദഗ്രാമം പദ്ധതി, ചെറുതോണി ഡാമിൽ വാട്ടർ എക്സ്പീരിയൻസ് പാർക്ക് തുടങ്ങിയ നടപ്പാക്കുന്നതിനും ഇതേ കമ്പനിക്ക് തന്നെ കരാർ ലഭിച്ചതായും പരാതിയിൽ പറയുന്നു. സർക്കാരിന് ഒരു പൈസ പോലും ചെലവില്ലാത്ത പൊതു സ്വകാര്യ മാതൃകയിലുള്ള പദ്ധതിയാണിതെന്നും ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പദ്ധതിയുടെ മുഴുവൻ നിർമ്മാണ ചെലവും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ കമ്പനിയാണ് വഹിക്കുന്നത്. പദ്ധതി പ്രകാരം 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുക മാത്രമാണ് സർക്കാർ ചെയ്തത്. പദ്ധതിക്കായി പലതവണ താൽപര്യപത്രം ക്ഷണിച്ചതിൽ അപാകതയില്ല. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന പദ്ധതി 30 വർഷത്തിനു ശേഷം സർക്കാരിന് കൈമാറും. ഇതോടെ 116 കോടിയുടെ ആസ്തിയും പദ്ധതിയിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും സർക്കാരിന് സ്വന്തമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് ഉറപ്പിച്ചതോടെ അപ്രസക്തമായ IPL സീസണിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 40 റൺസ് വിജയം. ഡൽഹി ഉയർത്തിയ 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 18.4 ഓവറിൽ 163 റൺസിന് ഓൾ ഔട്ടായി. ജയത്തോടെ 14 പോയിന്റുമായി ഡൽഹി 6ാം സ്ഥാനത്തേക്ക് കയറി സീസൺ അവസാനിപ്പിച്ചു. കൊൽക്കത്ത 7ാമതായപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 8ലേക്ക് താഴ്ന്നു. IPL സീസണിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 40 റൺസ് വിജയം. ഡൽഹി ഉയർത്തിയ 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 18.4 ഓവറിൽ 163 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ, റോമൻ പവൽ, മനീഷ് പാണ്ഡെ, ഫിൻ അലൻ തുടങ്ങിയവർ പൊരുതിയെങ്കിലും വിജയത്തിലേക്ക് എത്താനായില്ല. കാമറൂൺ ഗ്രീൻ, റിങ്കു സിംഗ് എന്നിവർക്ക് തിളങ്ങാൻ സാധിക്കാതെ പോയത് കൊൽക്കത്തയ്ക്ക് തിരിച്ചടിയായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ കുൽദീപ് യാദവ്, ലുങ്കി എൻഗിഡി, 2 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്ക്, 1 വിക്കറ്റ് എടുത്ത ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ എന്നിവരുടെ ബോളിംഗാണ് കൊൽക്കത്തയെ പിടിച്ചുകെട്ടിയത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ KL രാഹുൽ, ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ, ഡേവിഡ് മില്ലർ തുടങ്ങിയവരുടെ ബാറ്റിംഗ് കരുത്തിലാണ് 200+ ടോട്ടൽ നേടിയത്. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി 203 റൺസ് എടുത്തത്. കൊൽക്കത്തയ്ക്കായി സൗരവ് ദുബെ 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സുനിൽ നരൈൻ, വരുൺ ചക്രവർത്തി, അനുകുൽ റോയ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലെ സർവകലാശാലകളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ദരിദ്രരായ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും പിന്നാക്ക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് വൈസ് ചാൻസലർമാർ. ബജറ്റ് പ്രതിസന്ധിയുടെ വ്യാപ്തി വെളിപ്പെടുത്തിയത് യൂണിവേഴ്സിറ്റീസ് UK നടത്തിയ സർവേയിൽ. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ നിർബന്ധിത പിരിച്ചുവിടൽ വേണ്ടിവരും. ഏകദേശം 90% പേർ നിയമനം മരവിപ്പിക്കൽ അല്ലെങ്കിൽ സ്വമേധയാ പിരിഞ്ഞു പോകേണ്ടി വരും. ബ്രിട്ടനിൽ ഒരേ സമയം മേയർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട് ചരിത്രം കുറിച്ച് ഹരിയാനയിൽ നിന്നുള്ള ഒരു അമ്മയും മകനും. അപൂർവ നേട്ടം കൈവരിച്ചത് 23-കാരനായ തുഷാർ കുമാറും അമ്മ പർവീൺ റാണിയും. UKയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനായ മേയർ എന്ന റെക്കോർഡും തുഷാറിന്റെ പേരിൽ. പർവീൺ റാണി ഹെഡ്സ്മെയർ ബറോ കൗൺസിലിന്റെയും തുഷാർ കുമാർ എൽസ്ട്രേ ആൻഡ് ബറാഹും ടൗണിന്റെയും മേയർമാരായി ചുമതല ഏറ്റെടുത്തു. പൊതുപ്രവർത്തനത്തിലേക്കും സാമൂഹ്യ സേവനത്തിലേക്കും ഇറങ്ങാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച് തുഷാർ
സൗജന്യ ശിശുപരിചരണ പദ്ധതിയുടെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് ചെലവുകൾ അധികമായി ഈടാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നീക്കം തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിയോട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. 3-4 വയസ്സുകാരുടെ 30 മണിക്കൂർ സൗജന്യ ശിശുപരിചരണ പദ്ധതി നിലവിലുണ്ടെങ്കിലും പല നഴ്സറികളും അഡ്മിഷൻ ഉറപ്പാക്കാൻ മടക്കി നൽകാത്ത ഡെപ്പോസിറ്റുകൾ ആവശ്യപ്പെടുന്നതായി പരാതി. ഭക്ഷണം, ലഘുഭക്ഷണം, നാപ്പീസ്, സൺസ്ക്രീൻ തുടങ്ങിയവയുടെ പേരിൽ അധിക തുക ഈടാക്കുന്നുവെന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ സേവനങ്ങളുടെ ഗുണം പൂർണ്ണമായി ലഭിക്കാത്ത അവസ്ഥയാണെന്നും ഗുരുതര പരാതി. ഇറാനുമായി കരാർ ഉണ്ടാക്കാൻ തിടുക്കപ്പെടേണ്ടതില്ല എന്ന് US പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പിടും വരെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും ട്രംപ്. ഇരുപക്ഷത്തിനും ആവശ്യത്തിന് സമയമെടുക്കാമെന്നും തെറ്റുവരുത്താൻ പാടില്ല എന്നും ട്രംപിന്റെ കർശന നിർദ്ദേശം. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ ഇറാനുമായി ഏതാണ്ട് കരാറായെന്നും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. വൈറ്റ് ഹൌസിന് പുറത്ത് പോലീസ് ചെക്ക് പോസ്റ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെ വെടിവയ്പ്. വെടിയുതിർത്ത യുവാവിനെ സൈന്യം വധിച്ചു. വെടിവയ്പുണ്ടായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലുള്ളപ്പോൾ. പെൻസിൽവേനിയ അവന്യൂവിൽ ചെക്ക് പോസ്റ്റിലെത്തിയ യുവാവ് വെടിയുതിർത്തത് വൈറ്റ് ഹൌസിന് സമീപം. US സീക്രട്ട് സർവീസ് നടത്തിയ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ അക്രമി ആശുപത്രിയിൽ മരിച്ചു. അക്രമി മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളാണെന്ന് അധികൃതർ. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഗോത്രവർഗ സമൂഹങ്ങളുടെ അവകാശങ്ങളെയോ ആചാരങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UCC നടപ്പിലാക്കുന്നതിലൂടെ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിലും ഗൂഢാലോചനകളിലും വീഴരുതെന്നും അമിത്ഷായുടെ അഭ്യർത്ഥന. ഗോത്രവർഗക്കാരുടെ തനിമയും സംസ്കാരവും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭരണഘടനയുടെ 21ാം അനുച്ഛേദം ഗോത്രവർഗക്കാർക്ക് നൽകുന്ന പ്രത്യേക സംരക്ഷണവും അവകാശങ്ങളും എടുത്തുമാറ്റാൻ ആർക്കും കഴിയില്ല എന്നും അമിത്ഷായുടെ ഉറപ്പ്. ബാംഗ്ലൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചയിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ. സബ് ഇൻസ്പെക്ടർ അടക്കം 6 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് ബാംഗ്ലൂരു സൗത്ത് SP R ശ്രീനിവാസ്. നടപടി നേരിട്ട പോലീസുകാരുടെ പേര് വെളിപ്പെടുത്തിയില്ല. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് മെയ് 10-ന് ബാംഗ്ലൂരിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിനിടെ. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ വിവാദം പുകയുന്നു. വിഷയത്തിൽ പ്രതികരിച്ച് A റഹീം MP. രത്തൻ ഖേൽക്കറുടെ നിയമനം ദുരൂഹമാണെന്ന് റഹീമിന്റെ ഗുരുതര ആരോപണം. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സങ്കീർണമാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഖേൽക്കർ നടത്തിയ ഇടപെടലിൽ സംശയമുണ്ടെന്നും റഹീം. നിയമനത്തിൽ AICC മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് റഹീം. ഖേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ അഴിമതിയും ടെൻഡർ നടപടികളിൽ വീഴ്ചയും നടന്നതായി ചൂണ്ടിക്കാട്ടിയാണ് മുൻമന്ത്രിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടപടി തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് അണ്ടന്നാനി നൽകിയ പരാതിയിൽ. സർക്കാരിന് നഷ്ടവും സ്വകാര്യ ഏജൻസിക്ക് വൻ ലാഭവും ലഭിക്കുന്ന രീതിയിലാണ് ടെൻഡർ നടത്തിയതെന്ന പരാതിയിൽ ആക്ഷേപം. മലയിടം തുരുത്ത് പാരിയത്തുകാവിലെ ഉന്നത നിവാസികളെ MP ഗോവിന്ദൻ സന്ദർശിച്ചു. മുത്തങ്ങയുടെ മിനി പതിപ്പിനെ പോലീസ് ശ്രമിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.